പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ അന്ധന് കാണിച്ചു നൽകുവനെ, കർത്താവെ ചെകിടിന് കേളി നൽകുവനെ, കർത്താവെ ഊമന് സംഭാഷണം നൽകുവനെ, കർത്താവെ മഹോരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. നിന്റെ വിശുദ്ധ വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ. ഇന്നത്തെ യാത്രകളെ, ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകളെ, ഇന്നത്തെ ചോദ്യം പറച്ചിലുകള്, ഇന്നത്തെ വർത്തമാനങ്ങള്, ഇന്നത്തെ ഒപ്പിടലുകള് എല്ലാം കർത്താവിന് ദിശയിൽ വെക്കുന്ന രേഖകൾ അന്വേഷിച്ച് പോകുന്നവരെ, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പോകുന്നവരെ, വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ, യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ, ഇന്നത്തെ യാത്രകള്, യാത്ര ചെയ്യുന്ന വാഹനങ്ങള് കർത്താവ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവരെ, പരസ്പരം വിഷമം അനുഭവിക്കുന്നവരെ, പരസ്പരം കലഹമുള്ളവരെ,
പരസ്പരം ഭാരപ്പെടുന്നവരെ കർത്താവെ, കുടുംബത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങളെ ഈശോ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. 40 വർഷം അങ്ങയുടെ തിരുസന്നിധി നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം, നിൻ്റെ ദിവസം, നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ഉടനയാൻ കർത്താവ് ഇടയാക്കട്ടെ. മത്തായി 21:32. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. എന്താ പ്രശ്നം വെച്ചാൽ, വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത്. അനുതാപം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല. അതും ഇല്ലാത്ത ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം വെച്ചാൽ അത് വിശുദ്ധിയോടെ. അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയ്യോ അത് ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തണമല്ലേ. അപ്പം അങ്ങനെ ഒരു തിരുത്തൽ ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെങ്ങോ ഉണ്ടായ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല. അതാ വിഷയം. ഇപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപം ഉണ്ടോ? അപ്പോൾ അനുതാപം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സാണെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് ഒറ്റിക്കൊടുത്തൊന്നുമില്ല, കർത്താവിനെ തള്ളി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ കർത്താവിനേക്കാൾ പ്രാധാന്യം താനായതുകൊണ്ട് കർത്താവിനെ ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ്. അപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട്. അപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന്, ജോലി വന്ന്, നമ്മൾ കുർബാന മുടക്കുമ്പോൾ കുർബാന മുടക്കി മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറച്ചിലാണ്. എന്താണ്? എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന് തള്ളിപ്പറയാണ്. അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം. അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 ആളരൂപമാണ് ഇപ്പം നീ എന്ന് വിചാരിച്ചോ. അപ്പം എന്ത് ചെയ്യണം? അവൻ പുറത്തു പോയി കർത്താവിനെ നോക്കി. അപ്പോൾ അവൻ പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കണത്. മരണം വരെ അവൻ്റെ അനുതാപം അവൻ അനുതപിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മളെ പരിഗണിക്കണം. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവിതം മുഴുവൻ ഉള്ളിലൊരൊരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ഉള്ളിലൊരൊരുക്കുന്നു
ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് സ്നേഹമോടെ കൈകൾ കോർക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, യേശുവേ ആരാധന. ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു. നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കോർക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനകളിലൂടെ ഞങ്ങൾക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു. എല്ലാവരും ചേർന്ന് സ്നേഹമോടെ കൈകൾ കോർക്കുന്നു. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു. യേശുവേ ആരാധന. സ്നേഹമോടെ കൈകൾ കോർക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും സഭയുടെ വിവേചന അധികാരപ്രകാരമുള്ള പഠനങ്ങൾ നടത്തുവാൻ ഇടയാക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം കണ്ണുനീർ കാഴ്ചകൾ മാത്രമീശോ പൂർണ്ണമായി നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമീശോ പൂർണ്ണമായി നൽകുന്നു.
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും കരുതലും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന 6 നിയോഗങ്ങളും ഓൺലൈൻ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ഈശോയെ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി ഏറ്റുവാങ്ങി. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി ഏറ്റുവാങ്ങി. മുറിയാതിരിക്കുക നമ്മുടെ കുഞ്ഞാടും യാഗമായി. നമ്മിലൊരാളും മുറിയാതിരിക്കുക നമ്മുടെ കുഞ്ഞാടും യാഗമായി. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു. സ്നേഹമോടെ കൈകൾ കൂട്ടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കാമേ. പരിശുദ്ധമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ സകല കൃപാസനോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അലട്ടുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥകൾ രോഗമാകാം, കടമാകാം, ജോലിയില്ലാത്ത അവസ്ഥയാകാം, വാട്ടർ വിധത്തിങ് നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ശ്രുതികടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആശീർവദിക്കുന്നു. നമ്മളോടൊപ്പം ചേർന്ന് പാടാം. അമ്മയാമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പം തുറക്കുന്ന പാവനബലിയിൽ നാം ഒന്നു ചേരുന്ന ഭാഗ്യം.
തുറക്കുന്ന സ്വർഗം തുറക്കുന്ന നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ അണയുന്നു. നിൻ മുന്നിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. Praise the Lord. Praise the Lord. ഇരിക്കുക. ദൈവത്തോട് ഓരോ വചന പ്രഘോഷണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ഒരു ദിവസം കൂടി വളരാൻ വേണ്ടിയാണ്. ഇന്നലെ തിങ്കളാഴ്ചത്തെ വിശ്വാസം പോരാ, ഇന്ന് ചൊവ്വാഴ്ച. ഫെയ്ത്ത് ഗ്രോസ് അക്കോർഡിംഗ് ടു ദി ക്രോണോളജിക്കൽ ഏജസ്. ഫെയ്ത്തിനോടൊരു പ്രത്യേകത, നമ്മുടെ ഈ സാധാരണ കലണ്ടർ ദിവസമില്ലേ, ക്രോണോളജിക്കൽ ഡേയ്സ്, ഈ കലണ്ടർ ഡേയ്സിനെ വരെ എങ്കിലും അത്രയും അപ്ഡേഷൻ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായാലേ നമ്മൾ തോക്കാതിരിക്കത്തുള്ളൂ. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസത്തിൽ നമ്മൾ തോക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഫെയ്ത്ത് അപ് ടു ദി മാർക്ക് കലണ്ടർ ഡേയ്സ് എങ്കിലും ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് 34 വയസ്സുണ്ടെങ്കിൽ 34 വയസ്സിൻ്റെ ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഇനി ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത, ചിലർക്ക് 34 വയസ്സേ ഉള്ളെന്ന് വിചാരിക്കുക, പക്ഷെ അവർക്ക് 60 വയസ്സിൻ്റെ ഫെയ്ത്ത് ഉണ്ടാവും. ഫെയ്ത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫെയ്ത്ത് ആർജിക്കുന്നതനുസരിച്ച് വിശ്വാസം അറിയാമല്ലോ. വിശ്വാസം എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ശരീരം എങ്ങനെയാണ് ശരീരം വളരുന്നത്? ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. ശരീരം മറ്റ് ശരീരങ്ങളെ ഭക്ഷിച്ചാണ് നമ്മുടെ ശരീരം വളരണത്, അല്ലേ? മത്സ്യത്തിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കും, പയറ്, അല്ലേ, അരി, എല്ലാം ഒരു ശരീരമാണ്. അഗ്രികൾച്ചർ ബോഡീസ് എല്ലാം ഞാറിൻ്റെ ശരീരമാണ് നെല്ലെന്ന് പറയണത്. അപ്പോൾ ഇത് ഭക്ഷണം ചോറ് കഴിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് എടുത്ത് നമ്മൾ വളരും. പയറാണെങ്കിൽ പ്രോട്ടീൻ എടുത്ത് വളരും. അപ്പോൾ ഇതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശ സംവിധാനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഫുഡാണ്. അതുകൊണ്ടാണ് നമ്മൾ സമീകൃത ആഹാരം എന്നൊക്കെ പറയുന്നത്. കാര്യം എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഫുഡാണ്. ഇപ്പം നമ്മൾ വഴുതനങ്ങ തന്നെ കുറേ കഴിക്കണമെങ്കിൽ കണ്ണടിച്ച് പോകും, കണ്ണിനെതിരാണത്. ഇപ്പോൾ ഒരു സാധനത്തിന് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ആ ഒരവയവം പോകും. ഇപ്പോൾ അപ്പം അതുകൊണ്ട് എപ്പോഴും വരുന്ന ഒരു വിഷയം, ഇതുപോലെ തന്നെ നമ്മുടെ ശരീരം മറ്റ് ശരീരങ്ങൾ ഭക്ഷിച്ച് വളരണ പോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും. ദൈവം നീട്ടിത്തരുന്ന ജീവിത അനുഭവങ്ങളിൽ വിശ്വാസം വളരണത് വിശ്വാസം പ്രഖ്യാപിച്ചാണ് വളരണത്. എപ്പോഴും ഓർത്തേക്കണം. വിശ്വാസം വളരണത് ഇപ്പം അച്ഛൻ നിങ്ങളോട് ഇപ്പം ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ അപ്ഡേഷൻ ഉണ്ടാക്കണം, ക്രോണോളജിക്കൽ ഇയറുമായിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ അപ്ഡേറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അതിനൊക്കെ കവിഞ്ഞു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ കലണ്ടർ ഡേയ്സിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ തോറ്റുപോയി. തോറ്റ വിശ്വാസമുള്ള ആൾക്കാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഗ്രീൻ കാർഡ് കിട്ടണമെന്ന് പറയും. ഇപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടണമെന്ന് പറയുമ്പോൾ അവർ പോയിൻറ്റ്സാണ് പറയണത്, പോയിൻറ്റ്സ്. ഇപ്പോൾ ചിലപ്പോൾ സമയത്ത് നിങ്ങൾ ഇക്കണോമിക്കായിട്ട് സബ്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളല്ലെന്നുണ്ടെങ്കിൽ ആ മേഖല പോയിൻറ്റ്സ് കുറയും. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടത്തില്ല, അപേക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ഇതുപോലെ നിങ്ങളുടെ പോയിൻറ്റ്സ് എന്താണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഫെയ്ത്തിൻ്റെ കാര്യത്തിൽ അതറിയണത്. പോയിൻറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗത്തിന് വേണ്ടിയോ വേറെ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പാടായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഈ അപ്ഡേഷൻ വരേണ്ട വചനം പ്രഘോഷിക്കപ്പെടേണ്ട കാര്യം. അതാണ്
ഓരോ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും നമുക്ക് അത് സ്വീകരിക്കുന്നവർക്കെല്ലാം അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും എന്ന് പറഞ്ഞ വചനം ആൾക്കാരെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതെപ്പോഴും വളരെ ഡേഞ്ചറസ് സോണാണത്. വചനം നൽകുന്നതും നിങ്ങൾ ധ്യാനത്തിന് വരുന്നതും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ വചനം പങ്കെടുക്കുന്നതും അല്ല വിഷയം. വിഷയം എന്ന് പറയുന്നത് നമ്മളത് സ്വീകരിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, ഇപ്പം സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്? ദൈവവചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകും. ഇപ്പോൾ ഓരോ വചനപ്രഘോഷണം കഴിയുമ്പോഴും നമ്മുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാൻ 1:12 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി കരങ്ങൾ തുറന്നു പിടിച്ചു. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി നമ്മിലൊരാളും മുറിയാതിരിക്കുക നമ്മുടെ കുഞ്ഞാടും ഒരുമിച്ച് പാടേ. നമ്മിലൊരാളും മുറിയാതിരിക്കുക നമ്മുടെ കുഞ്ഞാടും യാഗമായി ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ അണയുന്നു. നിൻ മുമ്പിൽ സ്നേഹമോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് സംഭവിക്കുന്നത്. പ്രോസസ്സിങ് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ യോഹന്നാൻ ബൈബിൾ തുടങ്ങണത് എങ്ങനെയാണ്? യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ 1:14 വരും. അപ്പോൾ ഈ വചനത്തെ സ്വീകരിക്കുന്നവർക്ക്, കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? ഓരോ ദിവസവും വചനം സ്വീകരിക്കുന്നവർക്ക് എന്താ? അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾ കാറ്റഗിസം പഠിച്ചാൽ പോരെ. ചില ആൾക്കാർ എന്നോട് പറയും, അച്ഛാ ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളാണ്, ഇടവകയിലൊക്കെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ എന്താ ഞങ്ങൾക്ക് കുഴപ്പം? നിങ്ങൾക്ക് മൊത്തം കുഴപ്പമാണ്. എന്താ കാര്യം? ഇത് ഏതെങ്കിലും കാലത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഞായറാഴ്ച കുർബാന പങ്കെടുത്ത് വളരണ ഒരു ജീവിതമല്ല ഇത്. ഇത് കപ്പാസിറ്റി ഉണ്ട്, ഇതിന് കഴിവെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയെല്ലാം നമ്മളിപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടതും സ്ഥൈര്യലേപനം സ്വീകരിച്ചതും അല്ലെങ്കിൽ ഓരോരുത്തർ വിവാഹമെന്ന കുദാശയോ തിരുപ്പട്ട കുദാശയോ ഒക്കെ സ്വീകരിച്ചെങ്കിലും ഇതിൻ്റെ സ്വീകരിച്ചതിൻ്റെ ദൈവവിളിക്ക് അനപേക്ഷണീയമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വളർച്ച അത് കൈവരിക്കുന്നത് വചനം സ്വീകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയും. എന്താ പറയണത്? ഏറ്റു പറഞ്ഞ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ഒന്നിന് പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ കഴിവാണ് പ്രശ്നം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് വർദ്ധിപ്പിക്കണം. ഓരോ സമയത്തും അവൻ്റെ കഴിവ് വർദ്ധിക്കണം, ഓരോ ദിവസവും. എന്തിനുള്ള കഴിവാണ്? ദൈവമക്കളാകാനുള്ള കഴിവാണ്. അപ്പോൾ ഈ കഴിവ് ഇപ്പം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇപ്പം കൊറോണ ബാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇനി പള്ളി അടച്ചിട്ടിരിക്കുകയല്ലേ,
പള്ളി അടച്ചിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇനി പള്ളി തുറക്കുമ്പോൾ കുർബാന കൂടിയാൽ മതിയല്ലോ. ചില ആൾക്കാർ കുമ്പസാരിക്കണത്, അയ്യോ പള്ളി അടച്ച് കൊറോണ അല്ലേ എങ്ങനെ കുമ്പസാരിക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് തട്ടാമുട്ടി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ വകുപ്പുകളാണ് അവനെ തീരുമാനിക്കുന്നത്. കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ടൈമാണ്. ഈ ടെസ്റ്റിംഗ് ടൈമിൽ തന്നെ ഈ കൊറോണയുടെ ഒറ്റ കുർബാനയും മുടക്കാത്ത ആൾക്കാരുണ്ട്. സഭയിൽ ഒരു കുർബാനയും മുടക്കാത്ത ആൾക്കാരുണ്ട്. ഈ കാര്യം ഇന്നിപ്പോൾ എൻ്റെ ഈ വിജയകുമാർ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, അച്ഛാ ഇന്നത്തെ ദിവസം അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇന്ന് ആദ്യ ചൊവ്വാഴ്ച അല്ല അച്ഛാ, ഇന്ന് എൻ്റെ ഫീസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് ശരിയാണല്ല, ഇന്ന് വിജയകുമാറിൻ്റെ ഫീസ്റ്റാണ്. എന്താ കാര്യം, വിജയകുമാർ ജ്ഞാനസ്ഥാനപ്പെട്ടപ്പോൾ സ്വന്തമായിട്ട് എടുത്ത പേരാണ് മാത്യു. ബ്രദർ മാത്യു വിജയകുമാർ എന്നാണ്. മാത്യു ആരാണ്? ബിസിനസ്സുകാരനാണ്. ബൈബിളിലെ ബിസിനസ്സുകാരനാണ് മാത്യു. അപ്പോൾ പുള്ളിക്കാരൻ ബിസിനസ്സുകാരനായതുകൊണ്ട് പുള്ളി സ്വന്തമായിട്ട് തനിക്ക് പറ്റിയൊരു വിശുദ്ധനെ എടുത്തതാണ്. പക്ഷേ വെറുതെ ഭംഗിക്കെടുത്തതല്ല. ആ മനുഷ്യന് ഇന്ന് സെൻറ്റ് മാത്യുവിൻ്റെ ഫീസ്റ്റ്, അതാണ് അച്ഛൻ ചുവപ്പൊക്കെ കൊടുത്ത് കുർബാനയിലേൻ്റെ കാര്യം അതാണ്. ജോസഫിളെല്ലാം ചുവപ്പല്ലേ, സെൻറ്റ് മാത്യു രക്തസാക്ഷിയാണ്. പക്ഷെ അങ്ങേർക്കറിയാം എന്താണ്, അങ്ങേര് സെൻറ്റ് മാത്യുവിൻ്റെ പേരുകാരനാണ് എന്ന്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല വിഷയങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഇന്ന് വരെയുള്ള ദൈവാനുഭവങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റ് മാത്യുവിനെ പോലെ ഇന്ന് വരെയുള്ള ദൈവാനുഭവങ്ങളെല്ലാം. ഈ മനുഷ്യൻ ഈ 1.5 കൊല്ലമായിട്ട് പള്ളി അടച്ചിട്ടിട്ടും അങ്ങേര് കുർബാന സ്വീകരിക്കാത്ത ദിവസമില്ല. അതാണ് പ്രശ്നം. ചില അച്ഛന്മാർ കുർബാന എല്ലാ ദിവസവും ഉണ്ട് കൊറോണയ്ക്ക്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. പക്ഷേ ഈ വിജാതീയനായ മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചിട്ട് ഇന്ന് വരെ കൊറോണയ്ക്ക് കുർബാന കൂടാത്ത ദിവസം മാത്രമല്ല, കുർബാന സ്വീകരിക്കാത്ത ദിവസമില്ല. ഇതാണ് വിഷയം. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ പണിയായിരിക്കും. കാര്യം എന്താണ്, അവർ വിശ്വാസത്തിന് സത്യസന്ധമായ രീതിയിലാണ് മറുപടി പറയണത്. വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യത്തിലും വിജിലൻ്റാണ് ആ വിഷയത്തിനെ. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തെ, വചനത്തെ സ്വീകരിക്കുന്നതനുസരിച്ച് ഇപ്പം ഞാനും ഈ മനുഷ്യനും കൂടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ തീർത്ഥയാത്രക്ക് പോയിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം എന്നോട് വചനങ്ങളെക്കുറിച്ച് ചോദിക്കും. ഞാൻ 1.5 മണിക്കൂർ 3 മണിക്കൂർ 6 മണിക്കൂർ വരെ പുള്ളിയോട് വചനം സംസാരിച്ചിട്ടുണ്ട്. ഒറ്റ മുറിയിരുന്ന് ട്രെയിനിൽ ഇരുന്ന് അതുപോലെ തന്നെ കാറിലിരുന്നു ഒക്കെ. അപ്പോൾ എന്ത് കൊതിയോട് കൂടിയാണ് ഈ മനുഷ്യൻ വചനം സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ അത് തോന്നണതേ, ഇപ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൂട്ടായ്മ ഉണ്ട്. അങ്ങേരാണ് എന്നോട് പറഞ്ഞത് ഗൂഗിൾ മീറ്റ് തുടങ്ങാൻ പറഞ്ഞത്, അല്ല വേറെ ആരും പറഞ്ഞില്ല. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ ഞാൻ ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ടുണ്ട്, വചനപ്രഘോഷണം ഗൂഗിളിലൂടെ അച്ഛൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എൻ്റെ വഴി പറഞ്ഞു തന്നു. അപ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കൊറോണയാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. ഇങ്ങനെയുള്ള ഭീഷണി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിഹാദൊന്നും അല്ല. നമ്മുടെ മുമ്പിലുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇന്നലെ വിശ്വാസം സ്വീകരിച്ചവൻ നമ്മളെക്കാൾ മിടുക്കനായിട്ട് കർത്താവിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഒരു ആത്മീയ ഭീഷണിയാണ്. ഇന്നലെയും മെനയെന്നൊക്കെ വിശ്വാസം സ്വീകരിച്ച് വന്നവരെ നമ്മളെക്കാൾ അതിശക്തമായ രീതിയിൽ കർത്താവിൻ്റെ ദൈവമക്കളാകാനുള്ള കഴിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അതാണ് യോഹന്നാൻ 1:12. എന്താ 1:12 പറയണത്? തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഏറ്റു പറഞ്ഞേ, തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, എൻ്റെ വചനം സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ വചനം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ ഇത് കഴിവാണ്. കഴിവെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കഴിവ് ഓരോരോ ഘട്ടങ്ങളിൽ കഴിവ് വളർന്നുകൊണ്ടേ ഇരിക്കുക. ഓരോരോ കൊല്ലം ചെല്ലും തോറും നമ്മുടെ കഴിവിങ്ങനെ ദൈവതിരുസന്നിധിയിലുള്ള കൃപയുടെ കഴിവ് വളർന്നുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ
ഓരോ വചന പ്രഘോഷണം കഴിയുമ്പോഴും വചന പ്രഘോഷണത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവമകളാകാനും ദൈവമകനാകാനുമുള്ള എന്റെ കഴിവിനെ അങ്ങ് ഈ നിമിഷം വർദ്ധിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വചനത്തിൽ വേരൂന്നി വളരാൻ, ദൈവാത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ, കർത്താവേ, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിലൂടെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ഏകദിന ഉപവാസ ധ്യാനത്തിലൂടെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ വചന പ്രഘോഷണത്തിലൂടെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ചേർന്ന് പാടാം. നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തെ ഏതവസ്ഥയിലും നമുക്ക് സ്വീകരിക്കാം എന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മളുടെ ഏതവസ്ഥയിലും ഈ വചനത്തെ സ്വീകരിക്കാം. ചില ആൾക്കാർ പറയും കൊറോണ എല്ലാം കഴിയട്ടെ, അല്ലെങ്കിൽ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞ് അവളെ പ്രസവിച്ച് വീട്ടിൽ കിടക്കുകയാണ്, അവളുടെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞ് അവൾ പോകട്ടെ, പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴെല്ലാം നമ്മളിവിടുന്ന് വാടക മാറി പോകാൻ പോവുകയാണ്, ഇപ്പം അതുകൊണ്ട് ഈ വാടകയൊക്കെ മാറി പുതിയ വീട്ടിൽ അല്ലെങ്കിൽ പുതിയ വീട്ടിൽ ചെല്ലട്ടെ, ഇങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, പിള്ളേർക്കെല്ലാം അഡ്മിഷൻ കിട്ടി അവർ സ്കൂളിലോട്ട് പോട്ടെ അല്ലെങ്കിൽ കോളേജിലോട്ട് പോട്ടെ, എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ പ്രാർത്ഥന തുടങ്ങാം. അതായത് ഇത് ഒരു ഭയങ്കര അപകടകരമായൊരു തീരുമാനമാണ്. കാര്യം നമ്മളുടെ വിഷയങ്ങളെല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ കർത്താവിൻ്റെ കാര്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ശരിക്കും നമുക്ക് നാളെ കാലങ്ങളിലെ ഗ്രേഡ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി താഴെ വരുന്ന ഒരു തരം വിശ്വാസികളാണ്. അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഓർക്കണം, എന്നെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുന്നതിനെ, ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ എന്താണ് യോഹന്നാൻ 1:12 എന്താ വചനം? അവനെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനം എന്ന കൂദാശ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിർവചനം എന്താ? അതായത് ഉൽപ്പദോഷം നീക്കി കർമ്മദോഷം ഉണ്ടെങ്കിൽ അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്ഥാനം. അവിടെ എന്താ സംഭവം? നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൂടെ ഉൽപ്പദോഷം മാറ്റി കർമ്മദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കൂദാശയാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളും. ഇപ്പം രണ്ട് കാര്യം അവിടെ ഉണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മക്കളാക്കുന്നു.
പിന്നെ മക്കളാണെങ്കിൽ പിന്നെ ഇനി വളരേണ്ടി വരും നമ്മളല്ലേ. മക്കൾ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടപ്പക്കുറുവിനെ പോലെ 47 വയസ്സുകൊണ്ട് 8 വയസ്സിൻ്റെ പൊക്കം ഉണ്ടായ പറ്റത്തില്ലല്ല. മക്കൾ വളരണ്ടേ. അപ്പം ദൈവത്തിൻ്റെ മക്കൾ വളരണം. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരാം അങ്ങനെയല്ല. പ്രശ്നത്തെ കഴിച്ചാണ് നമ്മൾ വിശ്വാസി വളരണത്. ബോഡി അച്ഛൻ ആദ്യമേ പറഞ്ഞില്ലേ, ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. നമ്മളെ ശരീരം കഴിച്ചാണ്, മറ്റ് വസ്തുക്കളുടെ ചെടികളുടെയൊക്കെ ശരീരം കഴിച്ചാണ് നമ്മുടെ ശരീരം വളരണത്. അതുപോലെ വിശ്വാസത്തിൽ ദൈവമക്കളിൽ വളരണം എങ്ങനെയാണ്? പ്രശ്നങ്ങളെ കഴിച്ചിട്ടാണ്. പ്രശ്നങ്ങളില്ല, നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവില്ല ഓരോരുത്തർക്കും. ഒരിക്കലും സമാധാനത്തിൽ ദൈവകൃപ വളരത്തില്ല. എപ്പോഴും വളരണത്, നല്ല മുന്തിയ നിലവാരത്തിൽ വളരണത് എപ്പോഴും ഇപ്പോൾ പോഷക ഗുണമുള്ള ആഹാരമുണ്ട്, പോഷക ഗുണം കുറഞ്ഞ ആഹാരങ്ങളുണ്ട് ഇല്ലേ? പോഷക ഗുണമുള്ള ആഹാരമുണ്ട്. ഇപ്പം നിങ്ങൾ പറയും വെള്ളച്ചോറ് കഴിക്കണ്ട, ഡോക്ടർമാർ പറയും വെള്ളച്ചോറ് കഴിക്കണ്ട. അതൊക്കെ എല്ലാം എക്സിസ്റ്റൻ്റ് പുകയേ ഉള്ളൂ, ഒന്നും നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടത്തില്ല. ചുവപ്പ് ചവറുള്ള ചോറ് കഴിക്കാൻ പറയും, അതിൽ നിന്ന് വല്ല പ്രോട്ടീനോ വല്ലതും കിട്ടുമെന്ന് പറയും. അപ്പോഴേ നോക്കിയേ, ചോറിൻ്റെ കളർ മാറിയപ്പോൾ തന്നെ അതിൻ്റെ ഗുണാംശം മാറി. ഇതുപോലെ ഈ ജീവിതത്തിലും ദൈവത്തിൽ വളരണമെങ്കിൽ സമാധാനപരമായിട്ട് പോയാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ വളരത്തില്ല. ജീവിതത്തിലെ അസ്വസ്ഥതകളെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. നല്ല സാക്ഷ്യമാണ്. സാധാരണ ഗ്രേഡിനേക്കാൾ 1-2 പോയിൻ്റ് കൂടുതലുള്ള ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ജോയ്സി എന്നും പറഞ്ഞൊരു മോളാണ് സാക്ഷ്യം പറഞ്ഞത്. ഉള്ള വീട് മലയാറ്റൂരാണ്, ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഈ വൈകുന്നേരം പാടിവിടെ തീർത്ഥയാത്രയുണ്ട്, മരിയൻ തീർത്ഥയാത്രയുണ്ട്. ഇപ്പോൾ മരിയൻ തീർത്ഥയാത്രയുടെ ഒരു ഭാഗം ഓസ്ട്രേലിയ, ഇറ്റലി, അതുപോലെ തന്നെ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉടമ്പടി എടുത്തവരുടെ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവരവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പറയും, നമുക്കിവിടെ കിട്ടിയിട്ട് നമ്മളിത് ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സാക്ഷ്യം കേൾക്കും. ഈ കാലം എന്തൊരു രസമാണ് ശരിക്കും. കൊറോണയെ തോൽപ്പിക്കുന്ന വചനപ്രഘോഷമാണ് നടക്കുന്നത്. എന്താണ്? വീട്ടിൽ നിന്ന് ലണ്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ അവർ കാണുന്ന കൃപാസ ആൾക്കാരെയിലോട്ടാണ് സംസാരിക്കുന്നത്. അവരെ കാണാം. ഇവരെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ലോകം മുഴുവനും ഇവർ തത്സമയം കാണുകയും. അപ്പോൾ ഓസ്ട്രേലിയ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിന് വിത്ത് കമൻട്രി കൃപാസനത്തിൽ നിന്ന് അവരെ കമൻട്രി സ്വീകരിച്ചിട്ട് സാക്ഷ്യം സ്വീകരിച്ചിട്ട് അതിന് സാക്ഷ്യത്തെ കമൻറ്റ് ചെയ്തിട്ട് വിശ്വാസികൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജോയ്സ് പറയണത് പറഞ്ഞതാണ്, അവർ ഭർത്താവും ഭാര്യയുണ്ട്, ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് താമസിക്കണം. അതിനുവേണ്ടി അവർ ഭർത്താവിൻ്റെ ജോലി രാജിവെപ്പിച്ചിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ലണ്ടനിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഈ IELTS ഗുരുതരമായ പ്രശ്നമാണ്. കാരണം സ്പീക്കിങ്ങിൽ ഭയങ്കര പ്രശ്നം. ജോയ്സിനെ ഒരിക്കലും രക്ഷപ്പെടാറില്ല. ഇങ്ങനെ പലത് എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ആൾക്കാരെല്ലാം ഇവളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കാര്യം നീ ഭർത്താവിൻ്റെ ജോലിയും കളഞ്ഞ് നീക്കാൻ ജോലി കിട്ടിയിട്ടില്ല, ഇത് എന്നാ ഉദ്ദേശിക്കണത്, തലക്ക് വട്ടാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇവർക്ക് പ്രാതി പിടിക്കാൻ. അപ്പോൾ ആ ഇടയ്ക്ക് എന്തിങ്ങനെ ഒരു പ്രശ്നം എന്ന രീതി കണ്ടില്ലേ. അപ്പോൾ ഉടനെ കൃപാസനത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഇവൾ യൂട്യൂബിലോട്ട് കയറ്റി യൂട്യൂബിലെ മുഴുവൻ സാക്ഷ്യങ്ങളും കേട്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാക്ഷ്യം പറയണത് നിങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് കർത്താവ് തന്ന ഒരു ഈ ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കർത്താവ് പല കാലങ്ങളിൽ പലതരത്തിലുള്ള ദൈവിക പരിപാലനയുടെ
ആത്മീയ ഘടകങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ഡേറ്റാണ്. ഇപ്പോൾ കൃപാസനത്തിൽ തന്നെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയായി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജോയിസിക്ക് മനസ്സിലങ്ങനെ കൊണ്ട്. അപ്പോൾ ഡേറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം പറയണതല്ല, പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കത് കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാധീനിച്ച അതിൻ്റെ അർത്ഥം അവരെ ദൈവം ആ സമയത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജോയിസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യം കിട്ടി. എന്നാൽ ഇനിയിപ്പോൾ ഇത്ര നാളെ തോറ്റില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇനി ഡേറ്റ് അച്ഛൻ പറഞ്ഞ പോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ എന്ത് ഡേറ്റ് ഇട്ട്, ഡിസംബർ 5 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. അപ്പോൾ ഡിസംബർ 5 എന്നും പറഞ്ഞ് ഡേറ്റ് ഇട്ട് IELTS-ൻ്റെ. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെപ്റ്റംബർ കഴിഞ്ഞ് നവംബർ 18-ാം തീയതി ആയപ്പോൾ പെട്ടെന്ന് രാത്രി മൊബൈലടിച്ച് ആരെ വിളിച്ചതാണ്. പക്ഷെ വിളിച്ചപ്പോൾ വിളിച്ച ആളില്ല. നോക്കുമ്പോൾ 11:23 സമയം 11:23. അപ്പം അത് വലിയ അക്ഷരങ്ങൾ കണ്ട കാരണം ഇവൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു, ദിസ് ഈസ് യുവർ ഡേറ്റ് എക്സാം. പക്ഷേ അപ്പോഴവർക്ക് മനസ്സിലായി 11 എന്ന് പറയുന്നത് നവംബർ മാസവും 23 ഡേറ്റുമാണ്. 11 നവംബർ മാസം. അപ്പോൾ അവൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ 11 നവംബർ മാസം ഡേറ്റ് എടുക്കാം, IELTS-ന് ഡേറ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞ് 11:23 അമ്മ രാത്രി കാണിച്ചതാണിത്, അതുകൊണ്ട് നമുക്ക് 11 നവംബർ 11-ാം മാസമായ നവംബർ മാസം 23-ാം തീയതി ഡേറ്റ് എടുക്കാവുന്നു. അപ്പോൾ ഇവൾ നേരത്തെ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, എന്താണ് ഡിസംബർ 5, അതാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നവംബർ മാസം പരീക്ഷക്കാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്, പരീക്ഷ ഡേറ്റാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 18 അല്ലെങ്കിൽ അതിനുശേഷം നവംബർ 20, 21, 22, 3 ദിവസം ഇവൾ ലീവ് എടുക്കേണ്ടതിനാണ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ലീവ് എടുക്കുന്നത്. പക്ഷേ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഒരിക്കലും സ്പീക്കിംഗ് ശരിയാകത്തില്ല. പണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. സ്പീക്കിങ്ങിനാണ് എപ്പോഴും ആ മൊഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അമ്മ ഇങ്ങനെ ഡേറ്റ് ഇട്ടതിന് ശേഷം അമ്മയ്ക്ക് ഡേറ്റ് ഏൽപ്പിച്ചതിന് ശേഷം ജോയ്സ് പറയണേ, ഞാൻ സാഹിബിമാർ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ബൈബിളിൽ ഒരു പാസേജ് പറയാൻ പറഞ്ഞു, ഒരു കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോണറ്റിക്സൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഇവളങ്ങനെ സംസാരിക്കുകയാണ്. ഞെട്ടിപ്പോവും. അതായത് കഴിവാണിത്. ഇപ്പം ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയത്തില്ലേ, ഇപ്പം തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ്. അപ്പോൾ ദൈവമക്കളുടെ ഇത് എപ്പോഴും വിശ്വാസമെന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ കഴിവ് അങ്ങോട്ട് വർദ്ധിപ്പിക്കും. അത് എന്ത് തരത്തിൽ, ആത്മീയമായാലും ശരി ഭൗതികമായാലും ശരി, കഴിവ് വർദ്ധിപ്പിക്കും. 2 തരത്തിലുള്ള കഴിവാണിത് വർദ്ധിപ്പിക്കുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതയാണ്. 2 തരത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഇവളിങ്ങനെ സായിപ്പന്മാരെപ്പോലുള്ള ഫോണറ്റിക്സും ആ പ്രൊനൗൺസിയേഷനൊക്കെ അടിച്ചു പൊളിച്ച് സംസാരിച്ച് ഉള്ളിൽ കെട്ടില്ല, സങ്കടമില്ല, ഭാരമില്ല, ഒന്നുമില്ല. ചുമ്മാ പുഷ്പം പോലെ പോയി അങ്ങനെ പരീക്ഷയ്ക്ക് സ്പീക്കിങ്ങിന് പറയും. 7.5 സ്കോർ ചെയ്യും. ആ സ്കോർ ചെയ്ത റിസൾട്ട് തന്നെ എന്നാണെന്നറിയാമോ? റിസൾട്ട് വന്നത് ഡിസംബർ 5. അതാണ് ഡേറ്റ്, കിട്ടിയ ഡേറ്റ് അതാണ്. ഈ അമ്മ പറഞ്ഞത് ഡിസംബർ 5 എന്ന് പറയുമ്പോൾ IELTS-ന് 13 ദിവസം വേണം റിസൾട്ട് വരാൻ. ആ ഡേറ്റാണ് പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്, നവംബർ 23. ഇപ്പോൾ ഇവിടെ എന്നിട്ട് പിന്നെ വേറെ ഒരു അനുഭവം പറയണമെന്ന് വെച്ചാൽ അത് കേൾക്കാൻ നല്ല രസമാണ്. യൂട്യൂബിലുണ്ടത്, യൂട്യൂബിൽ ഇട്ടിട്ടില്ലെന്നതാണ്. എന്നുവെച്ചാൽ ഒരു കുറേ കാലം മുമ്പ് ദേവാലയത്തിൻ്റെ മുകളിൽ ഒരു ചാരം നിറത്തിലുള്ള മാതാവ് നിൽക്കുന്നു, കൂടെ ചിറകുള്ള ഒരു മാലാഖയും നിൽക്കുന്ന ആ ഒരു സന്ദേശം. അപ്പം ഈ മാതാവിനെയാണ് പിന്നീട് ആരോട് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ചാരം നിറത്തിലുള്ള മാതാവ്. പിന്നെയാണ് അത് കൃപാസനം മാതാവാണെന്ന് തിരിച്ചറിയണത്. ഇത് പറഞ്ഞിട്ട് ജോയിസ് ഒരു കാര്യം പറയും, ഇപ്പം എനിക്ക് തോന്നുന്നത് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് തോന്നണത്. ആ സാക്ഷ്യത്തിലുണ്ട്, മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് തോന്നണതെന്ന്. എന്ന് വെച്ചാൽ ഈ ദൈവവുമായിട്ടുള്ള യാത്രയിൽ അത് സത്യസന്ധമായ യാത്രയാണെങ്കിൽ നമുക്ക് കൂടെ ഫീൽ ചെയ്യും, കൂടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും എപ്പോഴും.
നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ദൈവം കൂടെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ദൈവം കൂടെ നിൽക്കണ പോലെ ഫീൽ ചെയ്യണം. ഇപ്പം നമ്മൾക്കിത്, അതായത് ക്രിസ്ത്യൻ ആധ്യാത്മികതയിലെ തന്ത്രമന്ത്രങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം നിനക്കുണ്ടാകണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ല വേറെ ഒരു തരത്തിലുള്ള ജിംനേഷ്യമോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എക്സസൈസുകളോ ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ്? സത്യസന്ധമായി നീ ഒന്ന് സ്നേഹിച്ച് നോക്കണം. അപ്പോൾ ദൈവം കൂടെ നിൽക്കണ, അപ്പം നിനക്കത് ഫീൽ ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പോലെ, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെ എന്നെ നീ വളർത്തണമേ. എൻ്റെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ദൈവ മക്കളാകാനുള്ള കഴിവ് എനിക്ക് നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യ അനുഭവങ്ങൾ വിശ്വാസത്തോടെ ഉടമ്പടി നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് ആരാധന കരങ്ങൾ വീശി ആരാധന ആരാധന